ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കച്ചാണ്. നമുക്ക് ഉണ്ടാക്കാം. 3 മാങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് പാത്രപ്പുറമെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആ മാങ്ങ അതിൻ്റെ ചൊനയും അതിൻ്റെ മൂടുഭാഗവും ചെത്തിക്കളയുക. എന്നിട്ട് ആ മാങ്ങ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം അത് ഒരു ബൗളെടുത്ത് നല്ല വൃത്തിയുള്ള തുണി വെച്ച് തുടച്ചതിന് ശേഷം ആ മാങ്ങകളെല്ലാം അതിലേക്ക് പകർത്തുക. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന കുരുമുളക് പൊടി, മുളക് പൊടി, വിനാഗിരി, ഉപ്പ്, എണ്ണ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുക. അതിനൊപ്പം ഒരു നീല പച്ചമുളക് കൂടെ അരിഞ്ഞു വെക്കുക. ആദ്യം ആ പച്ചമുളക് ഇടുക. അതിനുശേഷം ആ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇടുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവായാൽ മതി. അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് എരിവ് വേണ്ടത് കൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് അധികം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ എണ്ണയും ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുക. ഞങ്ങളുടെ അകത്ത് കുറച്ച് വിനാഗിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് മൊത്തവും ഒഴിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രധാന ആയുധമായ കൈകൾ കൊണ്ട് അത് ഇളക്കുക. നല്ല ഇളക്കുമ്പോൾ തന്നെ കണ്ട നല്ല കൊതിയൂറും മാങ്ങ പോലെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ വായിലെല്ലാം വെള്ളം വന്നിരുന്നു. നിങ്ങളുടെ വായിൽ കാണുമ്പോൾ വെള്ളം വരാമായിരിക്കാം. അതേപോലെ അത് എല്ലാം ഇളക്കുക. കയ്യിൽ ഫുൾ ബ്ലഡ് പോലെ ആയിരിക്കുന്നു. അതെല്ലാം നമ്മൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുഴയുക. അപ്പോൾ അടിയിലുള്ളതെല്ലാം മേളിലോട്ട് വരും. അതേപോലെ തന്നെ എല്ലാം കൂടെ മിക്സ് ആകും. എന്നിട്ട് നമ്മളൊന്നും കൂടെ കൈവച്ച് നല്ലവണ്ണം ഇളക്കുക. എന്നിട്ട് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതും കൊണ്ട് സിറ്റൗട്ടിലേക്കാണ് കേട്ടോ കഴിക്കാൻ പോയത്. ഇത് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ ഒരു ബൈറ്റ് എടുത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്വർഗ്ഗമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കണ്ണിമാങ്ങ കച്ചും ചാമ്പക്ക കച്ചും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് എല്ലാത്തിനും ഏറെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതാണ്. കാരണം അത്രയ്ക്കും രുചിയുണ്ടായിരുന്നു ഇത്. ഇതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ക്യാമറാമാനും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ക്യാമറാമാനെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ മൂത്ത ചേച്ചിയാണത്. കാരണം അവൾ എൻ്റെ കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു. വ്യൂസ് അങ്ങനെ കുറഞ്ഞപ്പോൾ അവൾക്ക് നിരാശയായി. നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഗൈസ്. മുളകും കൂടെ വെച്ചപ്പോൾ സ്വർഗ്ഗം. എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടുക. ഇതേപോലെയുള്ള കൂടുതൽ വിശേഷങ്ങളായി നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്താൽ മതി. ഞങ്ങൾ ഇനിയും നല്ല രസകരമായ വീഡിയോകൾ ഇടുന്നതായിരിക്കും. ബൈ ബൈ.